നമ്മളിത് നമ്മളെ സന്തോഷത്തിന് സംഭവം ചെയ്യുന്നല്ലേ. സിൽവർ പ്ലേ ബട്ടണെല്ലാം ഭാവിയിൽ കിട്ടിയാ കൊള്ളാം. ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും കിട്ടാൻ. ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും കിട്ടാൻ. എന്ത് അത്രയും കാലം തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ലൈലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ ബാബിൻ പടിയിലായേ. ഇപ്പം നമ്മൾ ബാക്ക് ടു നമ്മളെ മിനിമൽ സ്റ്റുഡിയോ. വെൽക്കം ബാക്ക് ടു അവർ മിനിമൽ സ്റ്റുഡിയോ. ഏത് കാലത്താണ് മറ്റേ നമ്മൾ യൂട്യൂബിലെല്ലാം ശരിക്കും കാണുന്ന പോലെ സെറ്റാണല്ലേ. ശരിക്കും സിൽവർ പ്ലേ ബട്ടനാ അത്. നമ്മൾ വീഡിയോ 1 million അല്ല 10 million ആയിട്ടോ അടിച്ചാലാന്ന് തോന്നുന്നു. 100K സബ്സ്ക്രൈബർ ആയാലും തോന്നുന്നു സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ തോന്നുന്നു. നമ്മളിത് നമ്മളെ സന്തോഷത്തിന് സംഭവം ചെയ്യുന്നല്ലേ. സിൽവർ പ്ലേ ബട്ടണെല്ലാം ഭാവിയിൽ കിട്ടിയാ കൊള്ളാം. ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും കിട്ടാൻ. ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും കിട്ടാൻ. എന്ത് അത്രയും കാലം കരാറെടുത്തേക്ക ഇങ്ങനെ ഊക്കി വിടാതെ അങ്ങനൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇനി ഇത് സംഭവം അറിയോ, ഇനിയായിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് വീഡിയോ ഇട്ടെ ആടുന്ന് ഇപ്പോൾ ഒരു 60-70 സബ്സ്ക്രൈബർ കൂടി അയ്യ വീഡിയോ വന്നു. ഇപ്പൊ നല്ല നല്ല വീഡിയോ വരുമ്പോ നമ്മള് വെറൈറ്റി അടിക്കണം. എപ്പോഴും നമ്മൾ എഴുന്നിട്ടില്ലാത്ത കുളത്തിൽ പോക്കോ മറ്റേ. നാളെ നമുക്കുണ്ടല്ലോ. നാളെ നമ്മൾ എന്താ മറന്നു കഴിഞ്ഞേ. ടാങ്ക് വൃത്തിയാക്കല്. നാളെ ഞങ്ങൾ വീട്ടിലെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. അത് ലാസ്റ്റ് എപ്പോഴാ ക്ലീൻ ആക്കിയെന്നല്ല എന്താക്കി തരാം, നാളെ പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈം കയറുന്നതിന്റെ ഇനി ഫസ്റ്റ് ടൈം അല്ല, ഞാൻ കൊല്ലങ്ങൾ കേസാ കയറുന്നത്. ഞാൻ വിഷാമ വന്ന് എന്താക്കിയ കുറേ മുന്നേ, അപ്പോൾ 2-3 കൊല്ലം പഠിച്ചോ എനിക്കറിയാം. അമ്മോട് ചോദിച്ചാൽ തിരിയോ എത്ര കൊല്ലം കഴുകിയിട്ട്. പ്രശ്നമല്ല, പിന്നെ നല്ല ടാങ്ക് ആയതുകൊണ്ട് അങ്ങനെ അഴുക്കൊന്നും ഇതുവരെ വന്നിക്കില്ല. ചിലപ്പോ തവള ഉണ്ടാവും. കിണറാ കൊറേ താനെ ഉണ്ടാവില്ല തവളയല്ലോ, തുറന്നിട്ടല്ലേ പൂട്ടിയിട്ടുള്ള കൈ കാറ്റടിച്ച് ചിലപ്പോ തുറന്നിട്ടുണ്ടാവും. ഇഞ്ഞോണെന്നപ്പാവേ കാറ്റടിച്ചില്ല ടാങ്കിൻ്റെ. ഇനി പിന്നെ എന്നെ കളിയാക്കല്ലോ ഓക്കെ, പക്ഷെങ്കിൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി പിണറായി വിജയനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ആക്കിയ ആളായി. അങ്ങനത്തെ ഇനി എനിക്ക് ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? 18 പടി. 18 പടിയോ? ആകെ അതാന്ന് കണ്ടിട്ടുള്ളൂ അല്ലേ? അതും പിന്നെ ഇഷ്ടം, അതും പിന്നെ വേറൊന്നും കൂടി ഇഷ്ടം. ഏതാ ഇഷ്ടം? മറന്നോന്ന് പേര്. നടനേതാ? മിന്നൽ മുരളി. മിന്നൽ മുരളിന്റെ പേര് മറന്നോന്നാരാ? ഇനി ഇപ്പോഴത്തെ ഈ പറയുന്ന പുതിയ കുറെ ഇന്റർവ്യൂ എല്ലാം കാണലുണ്ടാ യൂട്യൂബില്? ആലിബു റെനന്റെ അങ്ങനത്തെ മാത്രല്ല. ഇപ്പോ ശരിക്ക് നമ്മൾ ഈ സ്കൂളിലെല്ലാം പഠിക്കുമ്പോ ഇന്റർവ്യൂ എന്നുള്ള സാധനം, അഭിമുഖം എന്നുള്ള സാധനം പഠിപ്പിക്കില്ലേ? അഭിമുഖ ചോദ്യാവലി. ഇപ്പൊ നമ്മളോട് ഇനിയുള്ള ജനറേഷനിലില്ല. പണ്ടല്ലേ ഞാനെല്ലാം പഠിക്കുമ്പോ പിന്നെ നിങ്ങൾ യാദർശികമായി ONV കുറുപ്പിനെ, ഞാൻ എനിക്കൊന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ യാദർശികമായി ONV കുറുപ്പിനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അദ്ദേഹവുമായി നടത്താനുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ചോദ്യാവലി തയ്യാറാക്കുക എന്നെന്താ പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുത്തേ. ഇപ്പൊ ഇവന്റെ എല്ലാം കാലത്ത് ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരാന് നിങ്ങൾ യാദർശികമായി പിന്നെ തൊപ്പിനെയാണ് അങ്ങനത്തെ ഓരോന്നിനെ കണ്ടുമുട്ടുന്നു. തൊപ്പിയുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിൽ ഉചിതമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. എന്ത് ചോദ്യം ചോദിക്കാന്?
എന്തിനാ തടിയന്റെ മുടി കെട്ടിയത്? തടിയൻ്റെ കോമഡിയാ. എനിക്ക് പേഴ്സണലി ഞാൻ പോലെ സബ്സ്ക്രൈബറോ ഓരോ ഫോളോവറോ ഒന്നുമല്ല ആക്ച്വലി. പക്ഷേങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിന് അറിയില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഇൻ്റർവ്യൂ എടുക്കാന്നെല്ലാം ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഇഞ്ഞെന്താ വിചാരിക്കാൻ? ഇനിയിപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് കാണുന്നത് പിന്നെന്താ അയാളെ പറ്റി അയാൾ വലിയൊരാളാന്നുള്ളത്. ഇത് ഇവൻ്റെ കേസല്ല. കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കാൻ ഇതെന്താന്ന് ഇവർ കാര്യം. അതായത് സൊസൈറ്റിയിൽ അത്രയും നല്ല കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള, ഓഫ് കോഴ്സ് ഇപ്പോൾ പഴയ കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിൽ കവികൾ അങ്ങനത്തെ ആൾക്കാർ ശരിക്കും ഈ തല്ലുമാലയിൽ ഈ വസീമിനെ ട്രോളുന്നൊരു സംഗതി ഉണ്ട്. ഒരു കവി വന്നിട്ട് ഇയാൾ ആരാണ്, ഇയാൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതല്ല. അത് അന്ന് സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ഇന്നത്തെ ചില ഓൺലൈൻ മീഡിയാസിൻ്റെ ഇൻ്റർവ്യൂസും മറ്റും കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ പറയുന്ന അനാൻസാനെ പോലെ, പിന്നെ ഈ പറയുന്ന നമ്മളെ M4 ടെക്കില്ലേ, നിഹാൽ ഇവൻ്റെ അനാൻസാൻ്റെ, പിന്നെ ആഷിറിൻ ടീമും, അങ്ങനെ നല്ല രീതിയിൽ ആൾക്കാരെ എൻഗേജ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന കുറേ ടീമുണ്ട്. അതെല്ലാം കമ്പയർ ചെയ്തൊക്കെ മുഞ്ചേ തൊപ്പിയും ടീമും എന്നെല്ലാം പറയുന്നത് വളരെ വേസ്റ്റാണ്. ഞാൻ തൊപ്പി ടീമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ബെഷിൻ്റെ വാർത്ത കണ്ടെങ്കിൽ തൊപ്പി ഫാനായിട്ടാണ്. ഞങ്ങൾ ബ്രദേഴ്സ് ആണ് ഹനാൻഷാൻ്റെ ഫാൻസാണ്, കട്ട ഫാൻസ്. ഞാൻ മെനക്കെട്ട് ചിലപ്പോൾ കണ്ടതന്നെ പിന്നെയും കാണും. ഹനാൻ ഇഷ്ടമല്ല എനിക്ക്, നിഹാൽ ഫാൻ. എനിക്ക് ഹനാൻ ഇഷ്ടം. അതിലുണ്ട് എന്തേനും ലൈലാന്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ ബാബിൻ പടിയിലായേ കനിയെ കനിയെ മുല്ലപ്പൂവ്. ഞാൻ പാടിയിട്ടിക്കത് ആ പാട്ട് ആരും കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. അതായത് ഓലയെല്ലാം വെച്ചാൽ നല്ല വൃത്തിക്ക് ഒരു നല്ല രസത്തിൽ നമുക്ക് കണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാൻ മാറ്റം ഇഞ്ചല്ല തൊപ്പീൻ്റെ മറ്റേ തടിയൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഓൻ പറയുന്ന മുന്നേ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഓൻ പറയുന്നത് അറിഞ്ഞ് ഞാൻ കുളിമുറിയെല്ലാം പെണ്ണുങ്ങൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കലുണ്ട്. അല്ല അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇന്ത്യയിലെ ജനറേഷനിൽ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റെ അഭിപ്രായം എന്താ? അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ഇന്റർവ്യൂ ഒന്നും എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയ ആൾക്കാർ, അതും വലിയ ഫേമസ് ആയ, ഈ എങ്ങനെയെങ്കിലും ഫെയിം ആവാന്നുള്ളൊരു സാധനത്തിലാണ് കുറെ എല്ലാം. ഞാൻ ഈ തൊപ്പിയിൽ ഇപ്പൊ കുറെ ആൾക്കാരുടെ തൊപ്പിയിൽ ഇപ്പൊ ഒരുപാട് മാറി. ഓക്കെ, തൊപ്പി മാറിയിട്ടുണ്ടാവും, തൊപ്പി എന്തായിട്ടുണ്ടാവും, നിഹാദ് എന്നുള്ള പേര് മാറി നല്ല രീതിക്ക്. പക്ഷെങ്കിൽ തൊപ്പി എന്താണോ മുന്നേ ചെയ്തത് ആ സെയിം സാധനം കൂടെ ഉള്ളതിൽ 2-3 ആൾക്കാർ ഇന്നും ഈ പറയുന്ന സ്ട്രീമിങ്ങിലും മറ്റിലും ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി ഇപ്പം നിർത്തിക്കുന്നൊന്നും പറയാൻ പറ്റുമെന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അന്ന് ശരിയായ സംഗതിയല്ല. നിങ്ങളെപ്പോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ ഇവരെ കുറേ ഇഞ്ച പ്രായത്തിലുള്ള കുറേ കുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ ചപ്പേന്ന് പറഞ്ഞ വാങ്ങുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ ഇഞ്ച ഫ്രണ്ട്സ് തന്നെ ചോദിച്ചാൽ കുറേ ഉണ്ടോ തൊപ്പി ഫാൻസ്. ക്ലാസ്സിൽ അധികം ഹനാൻഷ പറഞ്ഞ സാധനം അത് എന്താന്ന് എനിക്ക് മാഷാള്ള ഓലത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ ടൈം ഓരോരുത്തരുടെ ട്രെൻഡെന്ന് പറഞ്ഞില്ല, അത് അങ്ങനെ ആയിരിക്കും. ഹനാൻഷാനെല്ലാം പറഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് കാണാൻ പറ്റുന്ന അതുപോലെ തന്നെയുള്ള സാധനം. ഇനി മറിമായം കാണലില്ല. ഞാൻ മറിമായത്തിൻ്റെ വലിയൊരു ഫാനാണ്. മറിമായത്തിൻ്റെ വലിയ ഫാൻ വെച്ചാൽ ഭയങ്കര വലിയ ഫാനാണ്. എൻ്റെ ഒരു എന്താ പറയുക റിലാക്സേഷൻ പിൽസാണ് മറിമ എന്ന് പറയുന്നത്. എൻ്റെ ഒരു മൈൻഡ് ഭയങ്കര പ്രഷറിലായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് മറിമായത്തിൻ്റെ എപ്പിസോഡ് കാണുന്ന സമയത്ത് മൊത്തത്തിൽ മനസ്സങ്ങ് നിറഞ്ഞു. ഞാൻ ഭയങ്കര മനസ്സിലിതാന്നേരം ASMR തിന്നുന്നേ ഇവിടുത്തെ പുരത്തെ സ്മാർട്ട് ടി വിയാണ്, ആൻഡ്രോയിഡ് TV. അതും ഉമ്മാൻ്റെ ഫോണ്, പിന്നെ എൻ്റെ ഫോണ്, ടാബ്, പിന്നെ ലാപ്പ്, ഇതിലെല്ലാം യൂട്യൂബ്
എൻ്റെ ലിങ്ക്ഡ് എൻ്റെ അക്കൗണ്ടാണ്. ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ പഠിക്കാൻ വേണ്ടി ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി പിന്നെ കാണാമെന്നാണ് വെച്ചിട്ടുണ്ടാവും. പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു 10 വീഡിയോ ASMR ഇവൻ്റെ ഫ്രീ ഫയർ ഇവൻ്റെ ASMR. ഉമ്മാൻ്റെ ഏതെങ്കിലും 2 സിനിമ ഉണ്ടാവും. ഉപ്പാൻ്റെ അത് ഒരു 10 സിനിമയും കുറേ മറ്റേ മാധ്യമ ചർച്ച പിന്നെ അങ്ങനത്തെയും കുറേ കാര്യങ്ങളും. ASMR നമുക്ക് ചെയ്യട്ടെ. ASMR എന്ന് പറഞ്ഞാൽ ഇനി ഉപ്പാനൊന്ന് മോട്ടറാക്കിച്ച് പക്ഷേ റിവ്യൂ അത്ര അറിയാമെന്നില്ല. ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ പറയുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിപ്പോൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ വർത്താൻ ഞാനും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ എത്ര ഒരു വലിയ കാര്യം സംസാരിക്കുമ്പോൾ ഇനി ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഫാസ് എല്ലാം പറയും പോലെ ഈ ഒരു ടൈപ്പായിട്ട് പറയുന്നത്. ഞാൻ കുറച്ചും കൂടെ സംസാരിക്കുന്ന സമയത്ത് ആക്ഷൻ വരും, എൻ്റെ ഓട്ടോമാറ്റിക്കലി അത് വരും. അത് ചില ആൾക്കാരുണ്ടാവും, ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിലും ചില ആൾക്കാരുണ്ടാവുകയാണെങ്കിൽ ഈ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ആക്ഷനായിട്ട് സംസാരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആൾക്കാരെ നേച്ചർ. അറിയില്ല നമ്മളെ ചോട്ടാ ഫാന് അങ്ങനെ അങ്ങനെ സംസാര പ്രഭു പുതിയ വാക്ക് ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംസാര പ്രഭുവിനെ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഇവനും ഏകദേശം എത്ര വയസ്സിൻ്റെ ഡിഫറൻസാ? 11-12 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എൻ്റെ അത്ര എത്തി ചെക്ക, എൻ്റെ ഹൈറ്റിനടുത്ത് എത്തിയവന്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇവൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ പക്കാ കോമഡിയാണ്. കാര്യത്തില്ലേ, അത് ഇവനെ കണ്ടിക്കില്ലേ, മറ്റേ ഇപ്പം എൻ്റെ ഏറ്റവും ന്യൂലി ട്രെൻഡിങ് ഷർട്ടും 2 കുടുക്കെല്ലാം കഴിച്ച് ലൂസ് ഫിറ്റ് കഴിച്ചത്. ഓ അല്ല ഇനി ഇന്നലെ പാച്ചുവിൻ്റെ പേരും ചെയ്യാൻ കണ്ടില്ല, കുടുക്കഴിച്ചേ ഞാൻ കഴിച്ചിരിക്കുക, പ്രശ്നമൊന്നുമില്ല. എല്ലാം പേഷനെ നടക്കുമ്പോൾ ചത്ത് കാണണം, ചമഞ്ഞെടുക്കണമെന്ന്. ഓ അതാണ് കുറേയല്ലോ. ഇവൻ്റെന്ന് വെച്ചാൽ പിന്നെ യൂണിഫോമിന് എൻ്റെ യൂണിഫോം എങ്ങനെ ആയിരിക്കും അറിയാമോ? നമ്മൾ ആ സമയത്ത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അരക്ക് താഴെ പാൻറ് ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് സ്കിൻ ഫിറ്റ് പാൻറ്, ആ സാധനം. അപ്പോൾ ഉപ്പ് എന്താക്കുമെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ഫിറ്റ് പാൻറ് അടിക്കും. എൻ്റെ അരൻ്റെ സൈസ് കണക്ക് പക്ക വേസ്റ്റിൻ്റെ സൈസ് ചെയ്താൽ അത് കണക്കിൽ പാൻറ് ഉണ്ടാവും. ഇറുകിയ വസ്ത്രം പുരുഷന് എന്താ ഉത്തമമല്ല. ഇറുകിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ അരൻ്റെ ഇവിടെ ടൈറ്റ് ആയാൽ ഇതെനക്ക് അര ടൈറ്റാ, ഇറുകിയിട്ടുള്ള എന്തോ അതായത് അവയവ നോക്കണ്ട. ഇപ്പൊ ഞാൻ ലൂസിലടിച്ചെന്ന് ഇത് ഓവർ ലൂസ് എന്നുള്ളതാണ് കംപ്ലൈന്റ്. ഇപ്പോൾ നിലവിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളെ ജനറേഷനിൽ ഈ ഇൻഫ്ലുവൻസ് ആവുമ്പോൾ ഇന്നെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. വെൽഡൺ മൈ ബോയ്. അല്ല എനിക്ക് തെറ്റ് എന്നുള്ളൊരു കാരണമുണ്ട്. പറയുന്ന തൊപ്പിനെ പോലെയുള്ള കോമാളിത്തരം കാണിച്ച് അല്ലെങ്കിൽ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സംസാരങ്ങളും പ്രവർത്തികളും ഇപ്പം എന്തെന്നെ കേട്ടോ. തൊപ്പി ഇപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ തൊപ്പി ഒരു മാസ്ക്, ഇപ്പോൾ ഒരു തൊപ്പിൻ്റെ മാസ്കാണ് നിഹാദ് എന്നുള്ള പേര്. കാരണം ഓനൊന്ന് നന്നായിട്ട് ബാക്കി കൂടുതൽ എന്നെ കൊണ്ടുണ്ടാക്കുന്നത് ഓരോ കോമാളിത്തരം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, പരിപാടി ചെയ്യുന്നത്, അത് അത്രേ ഉള്ളൂ. അതല്ലാണ്ട് പറയുന്ന നന്നായതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ ചെക്കൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര മോശം. ആ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഒരു പെണ്ണാണ്, ഓൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഒരു പെണ്ണാണ്. ഓക്ക് ഒരു ഉളുപ്പില്ല. ഓൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്ക് ഞാൻ പിന്നെ ചങ്ങായിനെ മെല്ലെ കൂട്ടും, വെറുതെ വെക്കുന്നല്ലേ നമുക്ക് ഒളിഞ്ഞു നോക്കാൻ പോവാ. ഇത് കേൾക്കുന്ന പുതിയ തലമുറയിൽ ഇവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ ഏജിന് താഴെ ഇവൻ്റെ ഏജിന് മുകളിലുള്ള തൊപ്പിക്ക് മൊത്തം ചെറിയ മക്കളാണ് എന്ത് ഓഡിയൻസ് ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഗെയിമറ. ഇപ്പൊ സായി പോപ്പി ഗെയിമറാ. ന്യൂസ് ഉണ്ട് ഒന്നാം സ്ഥാനം. അതെല്ലാം മറ്റേ നമ്മളെന്തിന് ഈഗിൾ തെറ്റാ, ഈഗിൾ എന്തിന്റെ പേര്? ഫ്രീ ഫയർ അല്ലേ? നമ്മൾ ഇനി ഒന്നൊന്നും പെസ്സാ കളിക്കാത്തോ. പെസ് ഇപ്പം കുറേ കളിച്ചിട്ട്
പബ്ജി സ്ഥിരം അഡിക്റ്റ് ആയിട്ടുള്ള സാധനമല്ലല്ലോ. ഞാനും അഡിക്റ്റല്ല ഇടക്ക്. അത് ഇടക്ക്, പിന്നെ രാവിലെയും മഗ്‌രിബിന് ശേഷം ദിവസം ഇടക്ക്, ദിവസത്തിലിടക്ക് 2 നേരം. പബ്ജി ഞാൻ പറയുന്നത് പബ്ജിൻ്റെ അത്ര ഒന്നും ഇല്ല ഫ്രീ ഫയർ. അതാണ് പബ്ജിൻ്റെ ലെഗസി ഒന്നും ഫ്രീ ഫയറിനില്ല. പബ്ജി കളിച്ചിക്ക അതിൻ്റെ പ്രശ്നം കാണാൻ വലിയ രസമൊന്നുമില്ല. രസമില്ലാന്നാ ഇഞ്ചി എന്നാ അത് മറ്റേ പോകോലെ കാർട്ടൂൺ കാണുന്ന പോലെ ഉണ്ട്. ആനിമേറ്റ് കാണുന്ന പോലെ. ഓക്കെ ഇപ്പൊ ഓഫാക്കും. ഒറ്റയുണ്ട് കയ്യാനായി. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലേറ്റ് ഇട്ടുവിടാം. അങ്ങനെ പ്രശ്നമുണ്ട്. ബാക്കി വീഡിയോ നമുക്ക് എന്താക്കും. നിലവിൽ എനിക്ക് സ്കൂളിൽ പോകണം. 8:30 എനിക്ക് സ്കൂളിൽ പോകേണ്ടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ അടുത്ത സെഷൻ, എൻ്റെ അടുത്ത സെഷൻ പിന്നീട് നാളെ എന്തായാലും ഉണ്ടാവും. കറണ്ട് വരാൻ പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനോട് പറയും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഞങ്ങളെ വാർത്തിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സജഷൻസ് തരാം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പറയാനുള്ള കാര്യം ഇതാണല്ലോ, നമ്മളെ മുമ്പിൽ കുറേ സാധനങ്ങളുണ്ടാവും. അതിൽ നല്ല രീതി പിടക്കരുന്നുള്ള തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് പഠിച്ചുകൊണ്ട് തന്നത്. അതനുസരിച്ചിട്ട് എന്താക്കാം, ചൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. നല്ലതിനെ ഫോളോ ചെയ്യുക, നല്ലത് ചെയ്യുക. നല്ലത് അനുകരണം എന്നുള്ള സാധനം നമുക്ക് വേണ്ട. നമ്മളായിട്ട് ജീവിക്കുക. പിന്നെ എൻ്റെ എല്ലാം ചെയ്യാൻ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതൊക്കെ മോശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താക്കിയേക്ക് പെട്ടെന്ന് ചൂടാവുകയാണ്. അപ്പോൾ അതെല്ലാം മോശമാണ്. ആൾക്കാരുള്ള അതെല്ലാം മോശ സ്വഭാവം എന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ ക്യാരക്ടർ ഇല്ലാണ്ടാക്കും. അതല്ല, അങ്ങനെ നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുക. ഫോളോ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത്ര കാണും അല്ലേ? ഇൻസ്റ്റ തുടങ്ങാൻ നമുക്ക് മെല്ലെ തുടങ്ങാം. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണം വേണ്ട എന്നുള്ളത് നിങ്ങൾ പറയണം. ഇൻഷാ അല്ലാഹ് അറിയിക്കുക. നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും, മൊത്തമായിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ സജഷൻസ് കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് മീ ദാസർ ബിൻ ജലീൽ ആൻഡ് സയാൻ ബിൻ ജലീൽ. ബൈ ബൈ, ടാറ്റ. ബാക്കിക്കണ്ടേ ഇമ്മാൻ പറഞ്ഞു കൊടുക്കണം.